കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. രാജാന്തിനി അബദ്ധവശാൽ താഴേക്ക് വീണതല്ല ശ്രീലക്ഷ്മി. ഈ രവിചന്ദ്രവർമ്മൻ താഴേക്ക് തള്ളിയിട്ടതാണ്. ഇതൊന്നും ഒരിക്കലും തന്നോട് പറയണമെന്ന് കരുതിയതല്ല. പക്ഷേ തന്റെ ചില സംശയങ്ങൾ, സത്യം തേടിയുള്ള തന്റെ യാത്രകൾ ഒക്കെ നേർവഴിക്കാവുമ്പോ ഞാൻ എങ്ങനെയാ സമാധാനത്തോടെ ജീവിക്കുക? കുറെ കൊലപാതകങ്ങൾ ഈ കൈകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അവസാനത്തേത് എന്റെ ഭാര്യ രാജനന്ദിനിയാണ്. താൻ ചില സമയങ്ങളിൽ രാജനന്ദിനിയെ പോലെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഞാനൊരു കൊലപാതകയാണെന്നുള്ള കാര്യം വീണ്ടും എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്. എന്റെ കഴിഞ്ഞകാല ജീവിതം മുഴുവനും മറന്നാണ് ഞാൻ തന്നെ സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും. പക്ഷേ പല കാര്യങ്ങളിലായി താനായിട്ട് തന്നെ എന്നെ പലതും ഓർമ്മിപ്പിക്കുകയാണ്. രാജനന്ദിനിയെ കൊന്നത് ഞാനാണെന്ന് ഇപ്പൊ ആകെ അറിയാവുന്നത് 3 പേരാണ്. അതിലൊരാൾ അവൾ തന്നെയാണ്. പിന്നെയുള്ള 2 പേർ, ഒന്ന് നീയും പിന്നെ ഞാനും. കണക്കില്ലാത്ത സ്വത്തിനു വേണ്ടിയാ അന്ന് എനിക്കത് ചെയ്യേണ്ടി വന്നത്. പക്ഷേ വിരോധാഭാസം എന്തെന്ന് വെച്ചാൽ ഇന്ന് ആ നേടിയ പണം നിലനിർത്താൻ വേണ്ടി ആ രാത്രി ആവർത്തിക്കേണ്ട അവസ്ഥയിലേക്ക് താൻ എന്നെ കൊണ്ടെത്തിച്ചിരിക്കുക. മോളെ, തനിക്ക് മര്യാദയ്ക്ക് എന്റെ കൂടെ ജീവിച്ചാ പോരായിരുന്നോളൂ. എന്തിനാ എന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് അറിയാൻ ശ്രമിച്ചത്? ജീവിതം പലപ്പോഴും കഥകളേക്കാൾ വിചിത്രമാണ്. സ്നേഹം മനുഷ്യനെ സ്വാർത്ഥനാക്കും. ആ സ്വാർത്ഥത അവനെ ക്രൂരനാക്കുകയും ചെയ്യും. രവിവർമ്മന് കൂടുതൽ സ്നേഹം അന്നും ഇന്നും പണത്തിനോടാണ്. ലാഭേച്ഛയില്ലാതെ ഞാൻ ചെയ്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ. തന്നെ സ്നേഹിച്ചു, വിവാഹം കഴിച്ചു. പണത്തിനു വേണ്ടിയാ അന്ന് ഞാൻ രാജനന്ദിനിയെ പറഞ്ഞയച്ചത്. പക്ഷേ ഇന്ന് നിവർത്തികേട് കൊണ്ട് തന്നെ രാജനന്ദിനിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കേണ്ടി വരികയാണ്. ഇപ്പോ സമൂഹത്തിന് മുന്നിലും വീട്ടുകാരുടെ മുന്നിലും രവിചന്ദ്രവർമ്മന് ക്ലീൻ ഇമേജാണ്. ആ ഇമേജ് നിലനിർത്താൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മനഃപൂർവമായി ഞാൻ എടുത്തണിഞ്ഞ ഈ മുഖം മൂടി എല്ലാവരും തിരിച്ചറിയും. അത് ഞാൻ മരിക്കുന്നതിന് തുല്യമാവും. ഇതിനെല്ലാം കാരണം തന്റെ അന്വേഷണം. ആ അന്വേഷണം ഇന്ന് അവസാനിക്കുകയാണ്. എന്നേക്കുമായി. സർ പ്ലീസ് എന്നൊന്നും ചെയ്യരുത്. എന്നെ കൊല്ലരുത്. എന്റെ വയറ്റിൽ വളർന്ന നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും സർ. ഞാൻ എന്നെ കുറിച്ചല്ലാതെ മറ്റാരെ കുറിച്ചും ഇപ്പൊ ചിന്തിക്കാറില്ല ശ്രീലക്ഷ്മി. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് എനിക്ക് എന്റെ ശ്രീലക്ഷ്മിയെ കൊല്ലേണ്ടതായിട്ട് വരുന്നത്. ഗുഡ് ബൈ ശ്രീലക്ഷ്മി.
ശ്രീരജ, എന്താ എന്തു പറ്റി? സ്വപ്നം വല്ലതും കണ്ടോ? അയ്യോ, ഹലോ അച്ഛാ. മോളെ നിനക്ക് എന്താ പറ്റിയത്? ഹലോ അച്ഛാ. നിങ്ങൾ ഫോണിങ് തന്നെ. ഹലോ മോളെ. അമ്മ, അച്ഛൻ എന്ത് പറ്റി? ദേ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തോ സ്വപ്നം കണ്ടതാ. മോൾ ഉറങ്ങുമായിരുന്നോ? ആ അമ്മ. മോള് കിടന്നോ, ഞാൻ രാവിലെ അങ്ങോട്ട് വിളിക്കാം. ശരി അമ്മ. ദാ ഈ വെള്ളം കുടിക്കേ. ഇത്രയ്ക്ക് നിലവിളിക്കാൻ മാത്രം നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടത്? നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. പോ. രാജനന്ദിനി, എന്റെ മേളം ആ പാവത്തിനെ കൊന്നത് അവനാണ്. രാജനന്ദിനി അബദ്ധവശാൽ താഴേക്ക് വീണതല്ല ശ്രീലക്ഷ്മി. ഈ രവിചന്ദ്രവർമ്മൻ താഴേക്ക് തള്ളിയിട്ടതാണ്. ഗുഡ് ബൈ ശ്രീലക്ഷ്മി. സൂക്ഷിച്ചു. അമ്മ, അമ്മ, അമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് വാ മോനെ. ശ്രീലക്ഷ്മി, ഞാൻ പോയിട്ട് വരാം. നല്ല പോലെ റെസ്റ്റ് എടുക്കണം. മരുന്ന് സമയത്തിന് കഴിക്കണം. എനിക്ക് തന്നോട് ഇത് തന്നെയാ പറയാനുള്ളത്. നല്ല പോലെ റെസ്റ്റ് എടുക്കണം, മരുന്നും സമയത്തിന് കഴിക്കണം. ഓക്കെ ചേട്ടായി, നമുക്കെന്നാ പോ. ഓക്കെ ശ്രീലക്ഷ്മി. ടാറ്റാ. എടാ, നീ ഇന്ന് പരിപാടി തീർത്തിട്ട് നേരത്തെ പോരും. ഓക്കെ, ബൈ. ബൈ ബൈ. എത്രേ? അച്ഛൻ അച്ഛാ. സുദർശൻ അകത്തേക്ക് വാ. സുദർശൻ ഇരിക്കേ. വേണ്ട ഗായത്രി അമ്മേ, പോയിട്ട് അത്യാവശ്യമുണ്ട്. ശ്രീമോൾക്കും രേഖാമേടത്തിനും തരാനായിട്ട് സരോജം കുറച്ച് ലേഹ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അങ്ങാടി മരുന്ന് നെല്ലിക്കൊക്കെ ചേർത്ത് അത് തരാൻ വേണ്ടി വന്നതാ. യമുനേ, കഴിക്കേണ്ട വിധം ഇതിൽ എഴുതിയിട്ടുണ്ടെന്നാ സരോജം പറഞ്ഞത്. കൊണ്ടുവയ്ക്ക. ആ, സുദർശന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട ഗായത്രി അമ്മേ,
ഞാൻ മോളോടൊന്ന് സംസാരിച്ചിട്ട് പോകും. കുറച്ച് ധൃതിയുണ്ട്. എങ്കിൽ നിങ്ങൾ സംസാരിക്കേ. വാരേക്കേ. അമ്മയും കൂടി കൊണ്ടുവരാത്ത എന്താച്ചാ? അച്ഛനിപ്പോ വന്നത് എപ്പോഴും വരുന്ന പോലെ അല്ല മോളെ. എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്, വളരെ സീരിയസ് ആയിട്ട്. മോളുടെ അറിവോടെയാണോ അല്ലയോ എന്ന് അച്ഛനറിയില്ല. ഇത് രവി സാർ തന്നുവിട്ടാണെന്ന് പറഞ്ഞ് സാന്ദ്രാമാടം കൊണ്ടുവന്ന പൈസ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കൊടുത്തുവിട്ടാണെന്നറിയാം. പക്ഷെ ഞാനിതിനെ കാണുന്നത് ഞങ്ങളുടെ അഭിമാനം പണയപ്പെടുത്തിയ തുകയായിട്ടാണ്. ബുദ്ധിമുട്ടുകൾ ധാരാളമുണ്ട്. ഈ പണം കൊണ്ട് അതൊക്കെ തീരുകയും ചെയ്യും, മിച്ചവും ഉണ്ടാവും. പക്ഷേ അത് ഈ പൈസ കൊണ്ട് തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടു കാലിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്ന കാലത്തോളം ആരെയും ആശ്രയിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അച്ഛന്. അതിന് ഭംഗം വരുന്ന രീതിയിൽ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്ത് ഞങ്ങളെ കൊച്ചാക്കരുതെന്ന് മോൾ രവി സാറിനോട് പറയണം. ഈ വീട്ടിലെ പൈസ കണ്ടിട്ടല്ല നിന്നെ ഇങ്ങോട്ട് അയച്ചത്. 20 വയസ്സ് കഴിയുന്നിടം വരെ ഈ ബുദ്ധിമുട്ടുകൾ നിന്നുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ വളർത്തിയതും പഠിപ്പിച്ചതുമല്ല. പിന്നെ ഈ അടുത്ത കാലത്തായി ചില ഉദ്ദേശങ്ങൾ തെറ്റിപ്പോയി. കരകയറാൻ കുറച്ച് പാടുപെടുന്നേ ഉള്ളൂ. മോളും സാറും ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ബാധ്യതകളെല്ലാം തീർത്തിട്ട് അച്ഛൻ മുകളിലേക്ക് പോകും. ഇനി ഇതുപോലൊരു സാഹചര്യം ഉണ്ടാക്കി എന്നെ ഈ വീട്ടിലേക്ക് വരുത്തരുതെന്ന് മോള് രവി സാറിനോടൊന്ന് പറയണം. ഇത് പറയാൻ അച്ഛൻ വന്നത്. നിൽക്കുന്നില്ല, അച്ഛൻ ഇറങ്ങുക. ആ ശരി. ആഹാ, അത് ശരി. എല്ലാവരുടെയും മുമ്പിൽ ലേഖ്യം കൊണ്ടൊരു നാടകം, എന്നിട്ട് രഹസ്യമായിട്ട് പണമിടപാട്. ഇതെവിടുന്ന ശ്രീലക്ഷ്മി ഈ പണം? അത് അച്ഛൻ. ഓ, അച്ഛന് കൊടുക്കാൻ എടുത്തു വെച്ചതാണോ? അപ്പൊ രാവിലെ ലേഹ്യത്തിന്റെ പേരും പറഞ്ഞ് പിരിവിനിറങ്ങിയതാണോ നിന്റെ അച്ഛൻ? പിന്നെ എന്തു പറ്റി വാങ്ങാതെ പോയത്? ഹ, കൊടുത്ത തുക കുറഞ്ഞു പോയോ? ഇത് അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നതാ. എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നതോ? കാൽ കാശിന് ഗതിയില്ലാത്ത ആൾക്കാരാണെന്നാ ഞാൻ അറിഞ്ഞത്. പിന്നെ ഇത്രയും പണം എവിടുന്ന് സംഘടിപ്പിച്ചു? ഇനി വല്ലയിടത്തൊന്നും ആരും അറിയാതെ എടുത്തതോ മറ്റോ ആണോ? ആന്റി ഇനി സംസാരിച്ച കാട് കയറണ്ട. എന്തായാലും നേരായ വഴിക്കുള്ള പൈസ തന്നെ ഇത്. പിന്നെ പൈസ മോഷ്ടിക്കുന്ന പാരമ്പര്യം എന്റെ അച്ഛനില്ല. ആ പാരമ്പര്യമുള്ളത് ആന്റിയുടെ മോൾക്കാ. ഈ പൈസയെക്കുറിച്ചോ എന്റെ വീട്ടുകാരെ കുറിച്ചോ ഈ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് വെറുതെ സ്വയം കൊച്ചാവാൻ ശ്രമിക്കരുത്. ഓക്കെ ഡീറ്റെയിൽസ് ഒക്കെ സാൻഡ്രയ്ക്ക് മെയിൽ അയച്ചു കൊടുത്താൽ മതിയാവും. ശ്രീലക്ഷ്മി കുറച്ച് ദിവസത്തേക്ക് ലീവായിരിക്കും. ആ, ഞാൻ പിന്നീട് അത് ക്രോസ് ചെക്ക് ചെയ്തോളാം. ചേട്ടായി അതെ, അത് തന്നെയാ. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ. എന്താ ഇത്? പിന്നല്ലാതെ എത്ര നേരമായിട്ട് കാത്തിരിക്കുക? ഒരു പ്രധാനപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യായിരുന്നു ഞാൻ.
അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. പ്രധാനപ്പെട്ട എന്ത് കാര്യം പറയാൻ? എന്താ സാൻഡ്ര? അത് രഘു സാർ തന്നെ പറയും. അതെ, ഞാൻ തന്നെ പറയാം. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് പേര് കണ്ടുപിടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. 7-8 മാസം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അങ്ങ് പോവും. ഇപ്പോഴേ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. രഘു, അതിനൊക്കെ ഇനി സമയം കിടക്കല്ലേ? ഞാനും പറഞ്ഞതാ സർ, പക്ഷേ രഘു സാർ സമ്മതിക്കണ്ടേ? ഈ ഒരു കാര്യത്തിൽ ഒന്നും പിന്നീട് വെക്കുന്ന പ്രശ്നമേ ഇല്ല. അടുത്തടുത്തുള്ള സമയങ്ങളിൽ ചേട്ടത്തിയും രേഖയും അമ്മമാരാവും. അപ്പൊ പേര് വേണ്ടേ? രേഖ പ്രസവിക്കും, പക്ഷേ നിന്റെ ഭർത്താവിന്റെ ചേട്ടത്തി പ്രസവിക്കാൻ പോകുന്നില്ല. ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്തോറും അതിനോടുള്ള സ്നേഹവും അമ്മമാർക്ക് കൂടും. ആ സ്നേഹത്തിലേക്കാ ഈ രാജലക്ഷ്മി മായം കലർത്താൻ പോകുന്നത്. അമ്മേ, ഞാൻ വീണ്ടും പറയാ, ഇത് അവസാനം നമ്മുടെ കൈ നിന്നൊന്നും വരില്ല. ഈ വീട്ടിൽ ഒരാളും നമ്മുടെ ഈ തെറ്റിനെ ന്യായീകരിക്കാൻ ഉണ്ടാവില്ല. അതിന് ഇത് പ്രത്യക്ഷത്തിൽ ആരെങ്കിലും ചെയ്താലല്ലേ? ശ്രീലക്ഷ്മിക്കും രവിവർമ്മനും കുഞ്ഞുണ്ടാവരുതെന്നുള്ളത് ദൈവനിശ്ചയമാ. ആ ദൈവനിശ്ചയത്തിന് ഞാനും നീയും ഒരു കാരണമാകുന്നേ ഉള്ളൂ. നീ ആദ്യം നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നല്ലൊരു പേര് കണ്ടുവെക്ക്. നിന്റെ കുഞ്ഞിന് മാത്രം. ഛത്രേഷ് വർമ്മൻ. അതെങ്ങനെയുണ്ട്? അയ്യേ, അത് കൊള്ളില്ല സർ. ആ, എനിക്ക് തോന്നി. ആ, പിന്നെ പേര് എന്ത് തന്നെ ആയാലും കൂടെ വർമ്മൻ എന്നത് നിർബന്ധമായും വേണം. എന്നാ ഞാൻ കുറച്ച് നല്ല പേരുകൾ പറഞ്ഞുതരാം. ഏതാണ് ബെറ്റർ എന്നത് ചേട്ടായും സാന്ദ്രയും കൂടെ പറഞ്ഞാൽ മതി. ഓക്കെ, എന്നതാ പിടിച്ചോ. കൽഷിത് വർമ്മൻ, കിയാൻ വർമ്മൻ, ലക്കി വർമ്മൻ, മിതേഷ് വർമ്മൻ, പ്രിനീൽ വർമ്മൻ. ഇനിയിപ്പോ മോളാണെങ്കിൽ സാൻവി വർമ്മൻ, ഛായ വർമ്മൻ, ഫൽഗുണി വർമ്മൻ, ഒമീഷ വർമ്മൻ. മതി മതി മതി. എന്ത് പേരുടെ ഇതൊക്കെ? കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള പേരുകൾ പറയും. ഓ, ചേട്ടായിക്ക് നാടൻ പേരുകളോടാണല്ലോ കൂടുതൽ ഇഷ്ടം അല്ലേ? അതെ അതെ, ഈ ശ്രീലക്ഷ്മി എന്നൊക്കെ പറയുന്ന പോലത്തെ പേര് അല്ലേ സർ? അമ്മ പറയുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ എങ്ങനെ? നമ്മളെ രണ്ട് സ്ത്രീകൾ വിചാരിച്ച അത് നടക്കുന്ന കാര്യമാണോ? സാധാരണഗതിയിൽ ചിന്തിക്കുന്ന സ്ത്രീകളെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ എന്ന് എനിക്കറിയില്ല. ഈ രാജലക്ഷ്മിയെ കൊണ്ടത് നടക്കും, നടത്തും. അമ്മ പറയുന്നത് ദൈവത്തിന് നിരക്കാത്ത കാര്യമാ. ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ പശ്ചാത്തപിക്കേണ്ടി വരരുത്. ആ പാപ പരിഹാരത്തിന് പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ആ പാപം ഞാൻ ഏറ്റെടുത്തോളാം. ഒരിക്കലും പ്രസവിക്കാത്ത മച്ചി എന്ന പേരിൽ നിന്നെ എല്ലാത്തിനും പുറകോട്ട് മാറ്റി നിർത്താൻ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആരെയും സമ്മതിക്കില്ല. പിന്നെ നിനക്കെന്തെങ്കിലും പശ്ചാത്താപം തോന്നുന്നുണ്ടെങ്കിൽ അത് പിന്നീട് മാറിക്കോളും. പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്നിലേക്ക് വന്നു ചേരാൻ പോകുന്ന സ്വത്തുക്കൾ, ആ സ്വത്തുക്കൾ നിന്റെ പശ്ചാത്താപം മാറ്റിയെടുക്കും. അതിന് ഞാൻ പറയുന്നത് മാത്രം നീ അഭിനയിച്ചാ മതി. എനിക്കറിയാം ഇനി ഈ ഗർഭക്കളി എങ്ങനെ അവസാനിപ്പിക്കണമെന്ന്.